പ്രഗ്നന്റ് ലേഡീസ് ലിപ്സ്റ്റിക് ഇടാവോ? സ്കിൻ കെയർ ചെയ്യാമോ? ഈ കോസ്മെറ്റിക്സ് പ്രോഡക്ട്സ് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നവരുടെ അടുത്ത് ശരിക്കും നിങ്ങൾക്ക് ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ബിക്കോസ് അതെല്ലാം നമ്മുടെ സ്കിന്നിന് ആക്ച്വലി ആവശ്യമാണ്. സ്കിൻ കെയർ ആവശ്യമാണ്. കാരണം ഒരുപാട് പിഗ്മെന്റേഷനും മെലാസ്മ പോലുള്ള കണ്ടീഷനിലും ഒക്കെ സ്കിന്നിന് പോകാൻ ചാൻസ് ഉള്ള ഒരു ടൈമാണ് നമ്മുടെ ഈ പ്രഗ്നൻസി. അപ്പോൾ ആ ടൈമിൽ ശരിക്കും നമുക്ക് ഇതൊക്കെ ആവശ്യമാണ്. പക്ഷേ നമ്മൾ ചില കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട്. അതായത് ചില ഇൻഗ്രീഡിയൻസ് ബേബിക്ക് ഹാം ആവാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിനെ അവോയ്ഡ് ചെയ്യണം. ആദ്യം ഞാൻ കുറച്ച് സേഫ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, അതായത് മെയിൻ ഇൻഗ്രീഡിയൻസ് നമ്മൾ വൈറ്റമിൻ സി, അതുപോലെ ഇങ്ങനെ പറയില്ലേ ചില സെറം വൈറ്റമിൻ സിന്റെ സെറമാണ്. ശരിക്കും വൈറ്റമിൻ സി സേഫ് സൈഡ് ആണ്, നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ നയാസിനമൈഡ് സേഫ് ആണ്, നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ അലോവേറ, ഷീ ബട്ടർ, കോക്കോ ബട്ടർ, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. അപ്പൊ ഞാൻ എല്ലാം കൂടെ എനിക്ക് ബൈ ഹാർട്ട് പഠിച്ച് പറഞ്ഞ് തരൽ നടക്കില്ല. ഞാൻ കുറേ കാര്യങ്ങൾ റിസർച്ച് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. സോ ഞാൻ കുറച്ച് എഴുതി വെച്ചിരിക്കുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് സേഫ് സൈഡ് ഞാൻ വായിക്കാം. ഹൈഡ്രോളോണിക് ആസിഡ് ഒരു സേഫ് സൈഡ് ആണ്. നമ്മുടെ സ്കിന്നിൽ ഹൈഡ്രേഷൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ഹൈഡ്രോളോണിക് ആസിഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. പിന്നെ എപ്പോഴും നമ്മൾ ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ടത് നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് കൂടെ ചോദിച്ചിട്ട് വേണം ഞാനിത് യൂസ് ചെയ്തോട്ടെ എന്ന് ചോദിക്കുന്നതുകൊണ്ട് സേഫ് ആ ഒരു ചോദ്യം കൊണ്ട് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. സോ ഒന്ന് ചോദിച്ചേക്കുക. എന്താണെങ്കിലും ഒരു ഫൈനൽ കൺഫർമേഷൻ അവിടെ നിന്ന് എടുക്കുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ അലോവേറ ഞാൻ ഓൾറെഡി പറഞ്ഞു. അലോവേറ നാച്ചുറൽ ആയിട്ടുള്ളതാണെങ്കിലും അല്ലാത്ത ജെല്ലുകളാണെങ്കിലും നല്ലതാണ് നമ്മുടെ സ്കിന്നിന്. ഈ സ്ട്രെച്ച് മാർക്കൊക്കെ വരാതിരിക്കാൻ അലോവേറ യൂസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോ അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ്. പിന്നെ കോക്കനട്ട് ഓയിൽ ഓൾവേസ് നമ്മുടെ സ്കിന്ന് ഡ്രൈ ആകാതിരിക്കാനും അതുപോലെ ആ ഒരു ഹൈഡ്രേഷൻ നിലനിർത്താനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ മിനറൽ സൺസ്ക്രീൻ അത്യാവശ്യം തന്നെയാണ്. ഇത്രയും വെയിലത്തൊക്കെ പോകുന്ന ആളുകളാണ് മസ്റ്റായിട്ടും അല്ലെങ്കിലും നമ്മൾ സൺസ്ക്രീൻ ഇപ്പോൾ യൂസ് ചെയ്യാറുണ്ട്. സോ മിനറൽ സൺസ്ക്രീൻ ആണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ്. ബാക്കിയുള്ളത് യൂസ് ചെയ്യാണ്ടിരിക്കുക എന്നാണ് ചെയ്യാൻ പറ്റുന്നത്. ലിസ്റ്റ് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്ത് നോക്കാം. ഈവൻ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങളുടെ ഇൻഗ്രീഡിയൻസ് ചെക്ക് ചെയ്യുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ബാക്കി ഒന്നും തന്നെ യൂസ് ചെയ്യരുത്. സൺസ്ക്രീൻ ആക്ച്വലി മസ്റ്റ് ആണ്. ഇനി ബുക്കിൽ എഴുതി വെച്ചിരിക്കുക ഞാൻ, കാരണം ഞാൻ ഒരു ഇൻഫർമേഷൻ പറയുമ്പോൾ നിങ്ങൾക്കത് യൂസ് ആവണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫുൾ പ്രിപ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. നമ്മളെപ്പോഴും ഒരു വീഡിയോയിൽ വന്നിട്ട് ഒരു റിവ്യൂ പറയുന്ന പോലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്ളോഗ് ചെയ്യുന്ന പോലെ ഈ ഒരു വിഷയത്തെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് എടുക്കണം. കാരണം അത്രയും നിങ്ങൾക്ക് അറിയാനായിരിക്കും നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ് ആവണം എന്ന് എനിക്ക് നിർബന്ധമുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും എഫേർട്ട് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അവോയ്ഡ് ചെയ്യേണ്ട ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് റെറ്റിനോൾ നമ്മൾ യൂസ് ചെയ്യരുത്. റെറ്റിനോൾ കുട്ടിക്ക് ഹാം ആവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ റെറ്റിനോയിഡ്സ് യൂസ് ചെയ്യരുത്. അഡാപ്പലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, അതിനെ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ഐസോട്രെറ്റിനോയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. അതുപോലെ ഹൈഡ്രോക്വിനോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. ഫോർമാൽഡിഹൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. ഓക്സിബെൻസോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. സാലിസിലിക് ആസിഡ്, അതായത് 2% താഴെയുള്ള, അതായത് ചെറിയ അളവിൽ മാത്രമാണ് സാലിസിലിക് ആസിഡ് ഉള്ളതെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. സാലിസിലിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിമ്പിൾ ആക്നെയൊക്കെ വരുന്ന ആളുകൾക്ക് ഫേസ് വാഷിലോ അല്ലെങ്കിൽ സെറമായിട്ടോ ഒക്കെ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസറായിട്ടൊക്കെ ഈ സാലിസിലിക് ആസിഡ് കാണാറുണ്ട്. പക്ഷെ അത് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ടൈമിൽ നല്ലതല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ഐറ്റംസ് നമ്മൾ ഒരിക്കലും ആക്ച്വലി യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ വൈറ്റമിൻ എയും അത്ര നല്ലതല്ല. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് എടുക്കുമ്പം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് സൈഡ് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പം നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഏതാണെന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചിട്ട് ഗൂഗിളിൻ്റെ അടുത്ത് അങ്ങനെ വിശദമായിട്ട് അവരുടെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ, നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ പ്രൊഡക്ട്സുകൾ ഏതൊക്കെയാണ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സുകൾ ഇത് യൂസ് ചെയ്യാമോ ഇത് യൂസ് ചെയ്യത്തില്ലേ എന്നുള്ളതിൻ്റെ ഞാനൊരു നെക്സ്റ്റ് വീഡിയോ ചെയ്യാം. അതുപോലെ ഡൗട്ടാണ്, അതായത് മേക്കപ്പിലേക്ക് വരുന്നത്. കോസ്മെറ്റിക് സൈഡ് മാറ്റിയാൽ മേക്കപ്പ്, ലിപ്സ്റ്റിക് യൂസ് ചെയ്യാമോ എന്നൊക്കെ ഉള്ളതിൽ. ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നതുകൊണ്ട് വലിയ കുഴപ്പങ്ങളില്ല. പക്ഷെ എല്ലാ ലിപ്സ്റ്റിക്കുകളും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ എല്ലാ ഫൗണ്ടേഷനും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഈ പറഞ്ഞ ലിപ്സ്റ്റിക്ക്, കാജൽ, കോമ്പാക്ട്, ഫൗണ്ടേഷൻ ഇതെല്ലാം തന്നെ സേഫ് സൈഡ് ഉണ്ട്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻ്റ് ഒന്നും തന്നെ വരുന്നത് സ്പെഷ്യലായിട്ട് ഇങ്ങനെ ഈ ഒരു ഐറ്റംസ് വരുന്ന ഒന്നും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. എനിക്ക് തോന്നുന്നു മേബിലിനൊക്കെ അത്യാവശ്യം ലിപ്സ്റ്റിക് വൈസ് ഒക്കെ നല്ലതാണ്. കൂടുതൽ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് ഞാൻ റിസർച്ച് നടത്തി നോക്കിയിട്ടില്ല. അതായത് ഞാൻ ഇതിനെ കുറിച്ചിട്ട് കൂടുതൽ നോക്കിയിട്ട് ഞാൻ ഇതിനെക്കുറിച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം. എനിക്ക് തോന്നുന്നു
ഒട്ടുമിക്ക ആൾക്കാരിലുമുള്ള ഒരു മിത്താണ് നമ്മൾ ഈ പറഞ്ഞ പ്രഗ്നൻസി ടൈമിൽ ലിപ്സ്റ്റിക് ഒത്തിരി യൂസ് ചെയ്യാൻ പാടില്ല, കണ്ണ് അങ്ങനെ എഴുതുമ്പോൾ നോർമൽ ഒരു കൺമഷി വെച്ചിട്ട് എഴുതണം, അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ പറഞ്ഞ ബോഡി ലോഷനിൽ പോലും അങ്ങനെ അങ്ങനെ നോക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ഇതിനകത്തൊക്കെ ഉള്ള ആ കണ്ടന്റ് മാത്രം നമ്മൾ ഒരു 8 ഇൻഗ്രീഡിയൻ്റ് ആണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. സോ അത് നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് ബാക്കി എല്ലാം യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ആക്ച്വലി നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഇൻഗ്രീഡിയൻറ്റ് ഏതൊക്കെയാണ് യൂസ് ചെയ്യാവുന്ന, ഏതൊക്കെ യൂസ് ചെയ്തുകൂടാന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൂടെ മെൻഷൻ ചെയ്തേക്കാം. സോ നിങ്ങൾക്ക് അവിടെയും കൂടെ വായിച്ചു നോക്കാവുന്നതാണ്. കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണം, നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ഏതൊക്കെയാണെന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടർ എന്തെങ്കിലും പ്രോഡക്ട്സുകൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് കമന്റിൽ പറയുവാണെങ്കിൽ ഇത് വായിക്കുന്ന അല്ലെങ്കിൽ ഇത് കാണുന്ന ആളുകൾക്കും കൂടെ കുറച്ച് യൂസ്ഫുൾ ആകും. പിന്നെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചതെന്നൊക്കെ പറയുവാണെങ്കിൽ ഈ കമന്റിൽ വന്നിരിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അവർ നിങ്ങളുടെ കമന്റുകൾ വായിക്കുമ്പോൾ അവർക്ക് അത് യൂസ്ഫുൾ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.